എന്തായാലും നിങ്ങൾ വന്ന എല്ലാ മീഡിയക്കാരുടെ സ്നേഹവും സന്തോഷവും നിങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മുമ്പോട്ട് ഞങ്ങളുടെ സിനിമകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ തന്നെ ടീമിൻ്റെ സാബു സാർ, ഞങ്ങളുടെ ഗുരുനാഥൻ, ഞങ്ങളുടെ എല്ലാം സാബു സാർ, സാറിൻ്റെയും സെക്കൻഡ്സ്, ഞങ്ങളുടെ വേറെ പല സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വന്ന എല്ലാവർക്കും, എല്ലാ മീഡിയക്കാർക്കും നന്ദി പറയുന്നു. പിന്നെ ഒരൊറ്റ കാര്യങ്ങൾ, ഞങ്ങളുടെ ഈ സിനിമ ഞാൻ പറഞ്ഞു, ഇതൊരു ഫാമിലിയാണ് ഞങ്ങളുടെ സിനിമ കരുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇത്ര പേര് ഇരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസിൻ്റെ ഒരു അവൈലബിലിറ്റി കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ 2-3 പേര് പുറത്തേക്ക് അവരൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. താഴേക്ക് ഞങ്ങൾ ഇവിടെ ഇരുത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവരെ മാറ്റി നമുക്ക് അവിടെ ആക്കിയത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. ഒന്ന് ഞങ്ങളുടെ സിനിമയിലെ കോർഡിനേറ്റർ, ഞങ്ങളെ ഈ സ്റ്റീഫൻ ചേട്ടനെ പോലെ ഞങ്ങളുടെ ലൊക്കേഷനിലും എല്ലാ കാര്യങ്ങളൊക്കെ വേണ്ടി ഓടി നടന്ന് ഞങ്ങൾ ഈ സിനിമയിൽ ഒരു ഫാം മാനേജറായിട്ട് റോൾ ചെയ്തിട്ടുള്ള ബൈലോൺ അബ്രഹാം, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഓടി നടന്നതാണ്. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ഒരു ചെറിയ മനുഷ്യൻ, പുള്ളി നമ്മുടെ ഈ സിനിമയിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് വിവിഷ് റോളിൽ. പിന്നീട് നമ്മുടെ ഈ ഒരു കറുത്ത സാരിയെ കൊടുത്തിരിക്കുന്ന ചേച്ചി ഒരു നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ചെയ്ത ആൻറ്റിയാണ്. കണ്ട പറയത്തില്ലെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കോട്ടയം രമേശ് ചേട്ടൻ്റെ വൈഫായിട്ട് നല്ലൊരു മികച്ച റോൾ ചെയ്ത് ഞങ്ങളെ അതുപോലെ എന്നെയൊക്കെ അതിശയിപ്പിച്ച് നിൽക്കുന്ന രശ്മി ചേച്ചിയാണ്. ചേച്ചി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോടെ ചേച്ചിക്ക് ഇടുന്ന ഓരോ പോസ്റ്റുകളും ഒത്തിരി ആളുകൾ കാണുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ. കണ്ട പറയത്തില്ല, ഇപ്പൊ ഞങ്ങൾക്ക് പ്രായം അറിയാവുന്നതാണ്. ചില ഫോട്ടോയിൽ കാണുമ്പോൾ ചെറുപ്പക്കാരിയാണെന്നോർത്തായിരിക്കും, അതെ, തെറ്റിയിരിക്കുന്നതായിരിക്കും. അപ്പം രശ്മി ചേച്ചി ഞങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ സരിത, വേറൊരു ആൻറ്റി ഞങ്ങൾ കുഞ്ഞ ആൻറ്റി എന്ന് അറിയപ്പെടും. അപ്പം ഞങ്ങളെ പുള്ളിക്കാരി ഒരു അസിസ്റ്റന്റ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് പുള്ളിക്കാരി. അപ്പൊ അത്രയും പ്രായമുണ്ട് കേട്ടോ, കണ്ടാ ചെയ്താന്നുള്ളൂ. അപ്പം നല്ലൊരു റോൾ സിനിമ ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങളുടെ മനു ഭഗവത്, മനു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരാന്ന് പറയാൻ എനിക്കും അറിയത്തില്ല. ആക്ടറാണ് വെച്ചാൽ സിനിമ ആക്ടറാണ്. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ക്രൂ മെമ്പർ ആയാലും അതുമാണ്. അപ്പം എല്ലാം മനു ഇപ്പം ഒന്ന് വെള്ളം മേടിക്കാനൊക്കെ ഇനി മനുവിനെ പറയുന്നുണ്ട്. മനുവാണ് വെള്ളമായിട്ട് എല്ലാം വന്നത്. എല്ലാ കാര്യങ്ങളൊക്കെ മനു ഉണ്ട്. പിന്നെ ഉള്ളത് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ, അവിടെ ഇരിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ചേച്ചി, ഞങ്ങളുടെ അൽഫാൻസ ചേച്ചിയാണ്. ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ സിനിമയിലെ ചേച്ചി, 2ാമത്തെ സിനിമയാണ്. ചേച്ചിയുടെ അമ്മയാണ് അൽഫാൻസ ചേച്ചി, അല്ലേ? സോറി, മാറിപ്പോയി. ചേച്ചിയുടെ മോളാണ് മോളിയാക്കിയുടെ മോളാണ് അൽഫാൻസ ചേച്ചി. അപ്പം വേറെ ആരാ ഉള്ളത്? ഞങ്ങളുടെ ഒരു ഡയറക്ടറാണ്, ഞങ്ങളുടെ ഒരു ഈ ഷിജോ വർഗീസ്. പുള്ളി ഒരു ഡയറക്ടറാണ്. 2-3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ സിനിമയിൽ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട് ഷിജോ. പിന്നെ വേറെ ആരും തന്നെ ഇല്ല, ബാക്കി എല്ലാവരും പോയെന്ന് വിചാരിക്കുന്നു. ഇത്ര പേരോട് നിങ്ങളുടെ മുന്നിൽ നിന്ന് പരിചയം. ഒരാൾ ഏറ്റവും പുറകെ ഇരിപ്പുണ്ട്. ഷിജോ പൈസ എല്ലാം തരണമെന്നുണ്ടെങ്കിൽ ആ പുള്ളി അംഗീകാരം തരണം. ഷിജോ ചേട്ടന്റെ മകനാണ്, ഞങ്ങളുടെ പ്രൊഡ്യൂസറിന്റെ മകനാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ പുള്ളി അപ്പനാണെങ്കിലും അതായിരിക്കും അപ്പൻ. അപ്പൊ ഇങ്ങനെയുള്ള അപ്രൂവലിന്റെ അടുത്ത് ഇവിടുന്ന് തന്നെ കണ്ണും കൈ കാണിക്കുന്നത്. വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ഇവിടെ ചാടി ഇറങ്ങി ഓടും. മോൻ അവിടുന്ന് പറയാൻ വാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി ഓടും. എന്തോ കൊടുത്ത് ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തേക്കാണ് അവിടെ. അതുകൊണ്ട് തൽക്കാലം ഉണ്ടായിരിക്കുന്നുള്ളൂ. എന്താണ് അവനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. സച്ചിൻ, അതല്ലേ, വേറെ. പിന്നെ നിങ്ങളെ എല്ലാവരോടും കേട്ടോ ഒരിക്കൽ കൂടി നന്ദി പറയാം. നമ്മുടെ ഷൈ ചേട്ടൻ, ജോൺസൺ ചേട്ടൻ, സാബു സാറ്, ഷീജ ചേട്ടൻ, സുനിൽ ചേട്ടൻ, ശ്രീപൻ ചേട്ടൻ, ബിന്ദുജ, മോളി ആൻറ്റി, ആദർശ്, റോഹി ചേട്ടൻ, എല്ലാവരും, ആരും, സരിത, മനു പയ്യോ, നിങ്ങളുടെ മനുവിൻ്റെ കാര്യം എടുത്ത് പറയണം കേട്ടോ. ഇന്ന് ഈ പരിപാടി ഞങ്ങളുടെ PR മനു ദിനേശ് ചേട്ടനുമാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും, സത്യം പറയാം, ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെ എന്ത് കാര്യം ഉണ്ടായാലും ജോമി ചേട്ടൻ എന്നും വിളിച്ച് ഓരോ കാര്യം എനിക്ക് പല കാര്യങ്ങൾ അറിയത്തില്ല, പലതും പറഞ്ഞു തന്ന് എന്നെ ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഇപ്പം നിങ്ങളോട് എത്തിക്കാൻ തന്നെ കാരണം മനുവാണ് കേട്ടോ. അപ്പോൾ മനുവിന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്ദി ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ സാബു സാറിനെ സിനിമയ്ക്കാത്ത സാറേ മനു തിരിച്ചേട്ടനല്ലേ PR? മനു അവിടെ വന്നു. മനു തന്നെയാണ് അതിൻ്റെ PR. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ തന്നെ PR ആയിട്ട് ഞങ്ങൾ മനുവിനെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡിജിറ്റൽ PR. ബാക്കി എല്ലാവരും ഞാൻ വിട്ടുപോയിട്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഈ ആള് ചെന്ന് പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും സൗണ്ട്, നമ്മുടെ സൗണ്ട് കൈകാര്യം ചെയ്ത ചേട്ടന്മാർക്കും ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. പിന്നെ നിങ്ങളോട് 6-ാം തീയതി നമ്മുടെ കൊച്ചു സിനിമ
ഓക്കെ നിങ്ങൾ കാണാം. കൊച്ചി സിനിമ നിങ്ങൾ പാൻവേഡ് സിനിമയാക്കി മാറ്റാൻ വേണ്ടി 6-ാം തീയതി നമ്മുടെ വനിതാ തിയേറ്ററിൽ 10:30 ആണ് ഷോ വിചാരിക്കുന്നത്. അപ്പൊ അവിടെ വന്ന് ഞങ്ങളെ ഇത് വലിയ സിനിമയാക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ച ഉറപ്പായിട്ടും ഈ സിനിമ വലിയ സിനിമയാക്കാൻ പറ്റും. അപ്പം എല്ലാവരെയും കൂടെ ഞങ്ങൾ അവിടെ എല്ലാ മീഡിയയിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പറഞ്ഞു കേട്ടോ, പ്ലീസ് കേട്ടോ, റിക്വസ്റ്റ് ആണ്. എല്ലാവരും വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം